അനുഗ്രഹീതമായ ഉപവാസ പ്രാർത്ഥനയിൽ കർത്തൃസന്നിധാനത്തിങ്കൽ ആകാംക്ഷയോടെ ആവലോടെ ആർത്തിയോടെ ദൈവപാത വണഞ്ഞിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടെ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പകൽക്കാലവും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി തിരുപാദം അണയുവാൻ, ശുശ്രൂഷിപ്പാൻ, സുവിശേഷിപ്പാൻ തക്കവണ്ണം സ്വർഗമെൻ്റെ മേൽ ചൊരിഞ്ഞ കൃപകൾക്ക് സ്തുതിയും സ്തോത്രവും ദൈവപാദത്തിങ്കൽ അർപ്പിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന ഒരു ദൈവം. മനുഷ്യർ എത്ര കൂടിയാലോചന കഴിച്ചാലും, മനുഷ്യർ നമുക്കെതിരെ ഏതൊക്കെ നിർണയങ്ങൾ കണക്ക് കൂട്ടിയാലും അതല്ല നമ്മളെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന ഒരു ദൈവം. നമ്മെക്കുറിച്ചുള്ള ദൈവ തീരുമാനങ്ങൾ സാധ്യമായി വരും. വളരെ ഉറപ്പുള്ള ഒരു ദൈവിക സന്ദേശത്തിൻ്റെ അടിവര ഇട്ടുകൊണ്ട് വീണ്ടും ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 50-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 50-ാം വാക്യം. അതിലെ ഒരു വാക്കിനെയാണ് പരിശുദ്ധാത്മാവിനോട് ഉത്ബോധിപ്പിച്ചിരിക്കുന്നത്. അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ സഹോദരങ്ങളെ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവമാണ്. യോസെഫിൻ്റെ ജീവിതത്തിലേക്ക് നാം ശ്രദ്ധിച്ചാൽ, യോസെഫിൻ്റെ പിതാവ് യോസെഫിനെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, നിൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കും. ഐ വിൽ സെൻഡ് യു. ഞാൻ നിന്നെ അയക്കും എന്ന് പറയുകയാണ്. വൃദ്ധനായിരിക്കുന്ന പിതാവ് മകനെ പറഞ്ഞു വിടുകയാണ്. അവിടെ ചെന്ന് സഹോദരന്മാരെ കണ്ടു. സഹോദരന്മാർ അവനെ വിൽക്കുകയാണ്. പറഞ്ഞയക്കുന്ന ഒരപ്പനും വിറ്റുകളയുന്ന ഒരു സഹോദരനും. പക്ഷേ ഏറെക്കാലങ്ങൾക്ക് ശേഷം ദൈവം യോസെഫിനോട് പറഞ്ഞു, യോസെഫ്, നിൻ്റെ അപ്പൻ നിന്നെ പറഞ്ഞയച്ചപ്പോഴും നിൻ്റെ സഹോദരങ്ങൾ നിന്നെ വിറ്റുകളഞ്ഞപ്പോഴും കാരാഗ്രഹത്തിൻ്റെ ഏകാന്തതയിലും ഞാൻ നിന്നോട് കൂടെയുണ്ടായിരുന്നു. നീ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ദിവസം തുടങ്ങി ഇന്ന് ഫറവോൻ്റെ കൊട്ടാരത്തിൽ സകലത്തിനും അധിപതിയായി, മിസ്രൈം എന്നല്ല ഭൂതലത്തിലുള്ള സകല ജനവും നിൻ്റെ മുമ്പാകെ വന്ന് ധാന്യം വാങ്ങുവാൻ കാത്തു നിൽക്കുന്ന ഈ ദിവസം വരെയും ഈ ഇടം വരെയും നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. അപ്പൻ പറഞ്ഞയച്ചു, ചേട്ടന്മാർ വിറ്റുകളഞ്ഞു, പക്ഷേ ദൈവം കൂട്ടിക്കൊണ്ട് നടന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളെ പറഞ്ഞയക്കുന്ന ഒരു കർത്താവിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്, നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു കർത്താവിനെ. അവൻ നിങ്ങളെ പറഞ്ഞു വിടത്തില്ല, അവൻ നിങ്ങളെ തനിച്ചു വിടത്തില്ല, അവൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കർത്താവാണ്. യേശു കർത്താവ് ഒരിക്കൽ സന്ധ്യയാകുമ്പോൾ ശിഷ്യന്മാരുടെ അടുക്കൽ അക്കരയ്ക്ക് പടകെടുക്കാൻ നിർബന്ധിച്ചു. യേശു കർത്താവ് അവരുടെ കൂടെ പോയില്ല. യേശു കർത്താവ് അവരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് യേശു പർവ്വതത്തിൻ്റെ മുകളിൽ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. എന്നാൽ രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു കർത്താവ് കടലിന് മീതെ നടന്ന് പടകിലെത്തി. എന്താണ് യേശു അവിടെ ഉറപ്പിക്കുകയായിരുന്നു, ഞാൻ ഒരിക്കലും നിന്നെ തനിച്ചു വിടത്തില്ല, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്ന അവസ്ഥകളെ നോക്കി പറ, എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന, എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കൽ ഇസ്രായേലിൻ്റെ അധർമ്മത്തിൻ്റെ മുമ്പിൽ മനം മടുത്ത ദൈവം മോശയുടെ അടുക്ക പറഞ്ഞു, മോശെ, ഞാനൊരു ദൂതനെ വിടാം, നിങ്ങളെ പറഞ്ഞു വിടട്ടെ. മോശ പറഞ്ഞു, നോ, എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ വരണം. കൃപ എന്ന ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകി നിൻ്റെ ജനത്തെ വാഗ്ദത്ത ദേശത്തിൽ കൊണ്ടെത്തിക്കും. ഇന്ന് പകൽ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിന്നെ പറഞ്ഞു വിടത്തില്ല, നിന്നെ തനിച്ചു വിടത്തില്ല, നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവമാണ് നിൻ്റെ ദൈവം. അവൻ ശിഷ്യന്മാരെ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി. എന്തിനു വേണ്ടി? കൈ ഉയർത്തി അവരെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ഘട്ടമുണ്ട്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു മേഖലയുണ്ട്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് ലോകം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ വരെയും ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ശാപത്തിൻ്റെ പാതകളിൽ കൂടി കടന്നുപോയാലും, നിന്ദകളുടെ പാതകളിൽ കൂടി കടന്നുപോയാലും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അനുഗ്രഹിക്കും. 2 ഭാഗമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കൈപിടിച്ചിങ്ങനെ നടത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അവൻ കൈവിട്ടു, കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു.
ഇന്ന് ഉറപ്പായിട്ട് പറയാം, അവൻ എന്നെ അനുഗ്രഹിക്കുവോളം അവൻ എന്നെ കൈപിടിച്ച് നടത്തും, കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവം. ഇന്ന് പകൽക്കാലം നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണം. പറഞ്ഞു വിടത്തില്ല, തനിച്ചു വിടത്തില്ല, അവൻ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവമാണ്. പറഞ്ഞു വിടത്തില്ല, തനിച്ചു വിടത്തില്ല, കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും വരെയും നിശ്ചിത സ്ഥാനത്ത് നിങ്ങൾ എത്തും വരെയും അവൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവമാണ്. സ്തോത്രം. ജീവിതത്തിൻ്റെ ഒരു മേഖലയിലേക്ക് ദൈവം നിങ്ങളെ പറഞ്ഞു വിടത്തില്ല. ഞാൻ തിരുവെഴുത്തിൻ്റെ പ്രാരംഭം തുടങ്ങി ഇങ്ങനെ അതിൻ്റെ അനുക്രമമായി മുമ്പോട്ട് കടന്നു വരാം. ആദിമ മനുഷ്യനായിരിക്കുന്ന ആദം, അവനെ ഏദനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആദം എന്നല്ല എഴുതിയിരിക്കുന്നത്, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവം, മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവം. യഹോവയായ ദൈവം ആദത്തെ കൂട്ടിക്കൊണ്ടുപോയെന്നല്ല എഴുതിയത്, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ആ മനുഷ്യൻ ഞാനാണ്, ആ മനുഷ്യൻ നീയാണ്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി? ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനൊരു ദൗത്യമുണ്ട്, അവനൊരു ശുശ്രൂഷയുണ്ട്, അവനൊരു തൊഴിലുണ്ട്, അവനൊരു പ്രവർത്തന മേഖലയുണ്ട്. ആ പ്രവർത്തന മേഖലയിലേക്ക് ദൈവം അവനെ കൂട്ടിക്കൊണ്ടുപോയി. ഒന്നാമത്തെ ദൂത് ഞാൻ കൈമാറട്ടെ സഹോദരങ്ങളെ. നിങ്ങൾ വേല ചെയ്യുവാനും നിങ്ങൾ കാപ്പാനും. ദൈവം മനുഷ്യനെ ആദത്തെ ഏദനിലാക്കുന്നത് വെറുതെ പഴം പറിച്ച് തിന്നുകയല്ല. അവിടെ 2 ഡ്യൂട്ടീസ് ഉണ്ട്. ഒന്ന്, അവിടെ അധ്വാനിക്കുക. 2, അതിനെ സൂക്ഷിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എവിടെ വേല ചെയ്യണമോ, നിങ്ങൾ എവിടെ ജോലി ചെയ്യണമോ, നിങ്ങളുടെ കരിയർ എവിടെ ഡെവലപ്പ് ആകണമോ, നിങ്ങളുടെ പ്രൊഫഷൻ എവിടെ സ്റ്റാബ്ലിഷ് ആകണമോ, നിങ്ങളുടെ മിനിസ്ട്രി എവിടെ എക്സ്പാൻഡ് ആകണമോ, ആ സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ പറഞ്ഞു വിടത്തില്ല. ആ സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുക. യെസ്, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ ചെന്നെത്തേണ്ട ഇടത്ത് ദൈവം നിങ്ങളെ പറഞ്ഞു വിടത്തില്ല. ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ വേല ചെയ്യാനുള്ള ഇടത്തേക്ക്, നിങ്ങൾ ജോലി ചെയ്യാനുള്ള ഇടത്തേക്ക്, നിങ്ങൾ പ്രോസ്പർ ആകാനുള്ള ഇടത്തേക്ക്, നിങ്ങൾ ശുശ്രൂഷ ചെയ്യാനുള്ള ഇടത്തേക്ക്, അവിടേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ഞാനതിനെ 2 അളവിൽ പറയാം. അതൊരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയി ജോലി ചെയ്യണം, ഏത് സ്ഥലത്ത് പോയി ശുശ്രൂഷ ചെയ്യണമോ, ആ ജോലി സ്ഥലത്തേക്ക്, ആ ശുശ്രൂഷ സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു മനുഷ്യൻ്റെയും കയ്യേക്കാലെ പിടിച്ച് എനിക്കൊരു ടിക്കറ്റ് എടുത്ത് തരാമോ, എനിക്കൊരു വിസ തരാമോ, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കെഞ്ചണ്ട. അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. അവൻ എവിടെ വേല ചെയ്യണമോ, അവൻ എവിടെ സൂക്ഷിക്കണമോ, അവിടേക്ക് ദൈവം അവനെ കൂട്ടിക്കൊണ്ടുപോയി. അടുത്തതായി അതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ പറയാം. ആമേൻ. ഇതൊരു സ്ഥലമെന്നതിലുപരിയായി ഇതൊരു റലമാണ്, ഇതൊരു മേഖലയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എവിടെ ശുശ്രൂഷിക്കണം, ഏത് രീതിയിൽ ശുശ്രൂഷിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം, ആ ഒരു മേഖലയിലേക്ക് ദൈവം എന്നെയും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒരു പക്ഷേ ഏറ്റവും ഹീനമായ അവസ്ഥയിൽ, നിങ്ങൾ ഒരു ശുശ്രൂഷയുടെ ഏറ്റവും തളർന്ന അവസ്ഥയിൽ, നിങ്ങൾ ഒരു പക്ഷേ അർബാനയും മുന്തി വിറകും കീറി കക്കൂസും കഴുകി ഒരവസ്ഥയിലായിരിക്കും നിങ്ങൾ ഇന്ന് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് നിങ്ങളെ കൊണ്ടുപോയി കൃപാവരങ്ങളുടെ ശുശ്രൂഷയിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ട പുൾപിറ്റുകളിലേക്ക്, 10,000 നിൽക്കുന്ന സ്റ്റേജിലേക്ക് നിങ്ങൾ ഒരിക്കലും ചവിട്ടി കയറേണ്ടി വരത്തില്ല. ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുക. നീ ഏതു മേഖലയിൽ ശുശ്രൂഷ ചെയ്യണമെന്ന് ഒരിക്കലും ഒരു നേതൃത്വമല്ല തീരുമാനിക്കുന്നത്, നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവം. ഇന്ന് പകൽ എനിക്ക് ഉറപ്പോടുകൂടി പറയാൻ കഴിയും, ശുശ്രൂഷ മേഖലകളിൽ എവിടെയെങ്കിലും ഞാൻ നിൽക്കുന്നെങ്കിൽ എൻ്റെ ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഇന്ന് പകൽ നിങ്ങൾ വിളിച്ചു പറ, നിങ്ങളുടെ ശുശ്രൂഷയുടെ തികവിലേക്ക് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. സ്തോത്രം. സാൽവേഷൻ ആർമിയുടെ ആരംഭകാല ചരിത്രങ്ങൾ അറിയുന്നവർക്കൊക്കെ അറിയാം. സ്തോത്രം. പലപ്പോഴും പ്രഭാഷണ വേദികളിൽ കേട്ടിട്ടുള്ളതാണ്. ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു മുറിയിൽ നിന്ന് 10,000 തിങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഒരു മനുഷ്യനെ ഒറ്റ രാത്രി കൊണ്ട് കൊണ്ടുവന്നോ. അതാ സഭയുടെ അധിപനല്ല, അതാ അദ്ദേഹത്തിൻ്റെ ലീഡറല്ല, പകരം ഒരു ദർശനം, ഒരു വെളിപ്പാട്, ഒരു ദൂത് കടന്നു വന്നോ. അവനെ ഷൂ പോളിഷിംഗ് റൂമിൽ നിന്ന് അവനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നോ. ശുശ്രൂഷ
തലത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്നത്? അത് കൃപാവരങ്ങളുടെ ശുശ്രൂഷയാണോ? അത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷയാണോ? അത് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയാണോ? അവിടേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോകുക. നീ എവിടെ വേല ചെയ്യണമോ അവിടേക്ക് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുപോകുക. നീ എവിടെ മിനിസ്റ്റർ ചെയ്യണമോ അവിടേക്ക് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുപോകുക. അവൻ യഹോവയായ ദൈവം മനുഷ്യനെ ഏദേൻ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറ, നീ എവിടെ ജോലി ചെയ്യണമോ അവിടേക്ക് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുപോകുക. നിന്റെ കരിയർ എവിടെ ഡെവലപ്പ് ആകണമോ അവിടേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുക. നീ എവിടെ മിനിസ്റ്റർ ചെയ്യണമോ അവിടേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. നീ ശുശ്രൂഷയുടെ ഏത് തലത്തിൽ പ്രകാശിക്കപ്പെടണമോ അവിടേക്ക് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുപോകുക. ഹല്ലേലൂയ. അതിനൊരു സ്കൂളിലും പോകണ്ട, അത് കർത്താവ് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുക. അയ്യോ, എനിക്ക് ഏതെങ്കിലും ഒരു മെൻറ്ററെ കിട്ടിയെങ്കിൽ പുള്ളിക്കാരൻ എന്നെ വളർത്തിയേനെ. ഏതെങ്കിലും ഒരു വലിയ മെഗാ ചർച്ചിലെ പാസ്റ്ററുടെ കാലെ പിടിച്ച് നിന്ന് എന്നെ വളർത്തിയേക്കും. ഏതെങ്കിലും വളരെ പ്രസിദ്ധരായ പാസ്റ്ററുടെ കൂടെ നിന്നാൽ അവരെന്നെ കൂട്ടിക്കൊണ്ടുപോകുമായിരിക്കും. നോ, പ്രസിദ്ധരായ പാസ്റ്റർമാരല്ല നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മെഗാ ചർച്ചിലെ ഹീറോസ് അല്ല നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പകരം വിശ്വസിക്ക്, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി അവൻ വേല ചെയ്യേണ്ട സ്ഥലത്താക്കി. ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറ, എനിക്കൊരു ദൈവമുണ്ട്. എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ എവിടെ എത്തണമോ, എവിടെ ഞാൻ ശോഭിക്കണമോ, എവിടെ ഞാൻ പ്രകാശിക്കണമോ അവിടേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്ന ദൈവം. മനുഷ്യർക്കൊന്നും അതിലൊരു റോളില്ലെന്നേ. മനുഷ്യർക്കൊക്കെ ആകെ കാലേ വാരാനുള്ള, പിടിച്ച് താപ്പോട്ട് വലിക്കാനുള്ള റോളൊക്കെ ഉള്ളൂ. പക്ഷേ നോ, മനുഷ്യനെത്ര നിന്നെ തടഞ്ഞാൽ, മനുഷ്യനെത്ര നിന്റെ വഴി മുടക്കിയാൽ നിന്നെ പറഞ്ഞു വിടുന്ന ഒരു ദൈവമല്ല, നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവ. ഇന്ന് പകൽക്കാല നിന്റെ ശുശ്രൂഷയ്ക്കെതിരായി, നിന്റെ പ്രൊഫഷനെതിരായി എതിർ നിൽക്കുന്ന സകല പൈശാചിക മാനുഷിക ശക്തികളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിക്കുക. എടാ, നീ തലകുത്തി നിന്നാലും എൻ്റെ വഴി അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദനിൽ ആക്കി. എന്തിനു വേണ്ടി? അവിടെയായിരുന്നു അവൻ്റെ വേലസ്ഥലം, അവിടെയായിരുന്നു അവൻ്റെ ശുശ്രൂഷ മേഖല. ആ സ്ഥലത്തേക്ക് ദൈവം എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും, ഒരു മനുഷ്യൻ്റെയും ഒത്താശയില്ലാതെ. സ്തോത്രം. ഫിലിപ്പോസിനെ ദൈവം ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ഏലിയാവിനെ യഹോവയുടെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ഇന്ന് പകൽ ആ ദൈവാത്മാവ് എന്നെയും നിങ്ങളെയും എടുത്തുകൊണ്ടുപോകും ശുശ്രൂഷയുടെ തലങ്ങളിലേക്ക്. രണ്ടാമതായി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം, അബ്രഹാമിൻ്റെ ജീവിതം 7-ാം വാക്യം. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാം ഇപ്പോൾ വാഗ്ദത്ത ദേശത്തേക്ക് എത്തിവരികയാണ്. അവിടെ എത്തുമ്പോൾ അബ്രഹാം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. കൽദയ പട്ടണത്തിൽ നിന്ന് കൊച്ചു പിള്ളേരെയും കൂട്ടിക്കൊണ്ട് യാത്ര പുറപ്പെട്ടത് അബ്രഹാം അല്ല, അബ്രഹാമിൻ്റെ പിതാവാണ്. പക്ഷേ വഴിയാത്രയിൽ വെച്ച് പിതാവ് മരണപ്പെട്ടു. ഹാരാനിൽ വെച്ച് പിതാവ് മരണപ്പെട്ടപ്പോൾ അബ്രഹാം ചിന്തിച്ചു, അപ്പം മരിച്ചു, ഇനി എങ്ങനെ മുമ്പോട്ട് പോകും? പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ മരണവേദന ഹൃദയത്തിൽ നിന്ന് മാറിയ അബ്രഹാം മുമ്പോട്ട് യാത്ര തുടർന്നു. കൂടെ കൂട്ടിയ ലോത്തിനെ ഒത്തിരി വിശ്വസിച്ചു, സഹോദരനെ പോലെ കരുതി. ഇവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രയോജനമാണെന്ന് ചിന്തിച്ചു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ചങ്കിന് തുല്യം വിശ്വസിച്ച സഹോദരൻ വഞ്ചനയുടെ മുഖം കാട്ടി സകലവും പിടിച്ചെടുക്കാൻ നോക്കുമ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ ഏതാണെന്ന് വെച്ച തീരുമാനമെടുത്തോ. ലോത്ത് നല്ലത് തിരഞ്ഞെടുത്തു. അബ്രഹാം പിന്നെയും ഒറ്റപ്പെട്ടു. 2 ഒറ്റപ്പെടലുകൾ. 1 മരണം വരുത്തിയ ഒറ്റപ്പെടലുകൾ, 2 മനുഷ്യൻ്റെ വഞ്ചനകൾ വരുത്തിയ ഒറ്റപ്പെടലുകൾ. ഈ 2 ഒറ്റപ്പെടലുകൾക്കപ്പുറം അബ്രഹാം മുമ്പോട്ട് പോയി. ഇന്ന് വാഗ്ദത്ത ദേശത്ത് കടന്നു വന്നപ്പോൾ യഹോവയാം ദൈവം അബ്രഹാമിൻ്റെ അടുക്ക് വന്നിട്ട് പറയാ, അബ്രഹാമേ, അപ്പം മരിച്ചിട്ട് നിൻ്റെ വഴി തീർന്നു പോയില്ല. ലോത്ത് വഞ്ചിച്ച് വഴി വിട്ടു മാറിയിട്ടും നിൻ്റെ യാത്ര തീർന്നു പോയില്ല. കാരണം നിൻ്റെ അപ്പം മരിച്ചപ്പോഴും, നിൻ്റെ സഹോദരൻ നിനക്കെതിരെ തിരിഞ്ഞപ്പോഴും നിൻ്റെ വലം കൈക്ക് പിടിച്ച് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവം ഞാനാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന
എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഇളയത്തങ്ങൾ ആരോടോ പരിശുദ്ധാത്മാവ് ഭയങ്കരമായി ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിൻ്റെ അപ്പനും അമ്മയും മരിച്ചാലും ഒരു മരണം കൊണ്ട് നിൻ്റെ വഴി അടയത്തില്ല. എത്ര വിശ്വസിച്ചവർ നിനക്കെതിരെ വഞ്ചന കാണിച്ചാലും നിൻ്റെ വഴി അടയത്തില്ല. നിന്നെ വാഗ്ദത്ത ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് മരിച്ചുപോയ നിൻ്റെ അപ്പച്ചനും അമ്മച്ചിയല്ല, വഞ്ചന കാണിച്ച നിൻ്റെ ചേട്ടച്ചാരും അനിയച്ചാരും അല്ല. പകരം നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ദൈവമാണ്. ഈ വഴി തകരത്തില്ല, ഈ പ്രതീക്ഷ മുടങ്ങത്തില്ല. അബ്രഹാമിൻ്റെ അടുക്ക പറഞ്ഞടാ, അപ്പം മരിച്ചിട്ട് നീ എവിടെയെങ്കിലും വഴിമുട്ടിപ്പോയോ? സഹോദരൻ വിട്ടുപോയിട്ട് നീ വഴിയമ്പലത്തിലായോ? ഇല്ല. ഐ വാസ് ദേർ ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു, നീ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം നിന്നെ പറഞ്ഞു വിടത്തില്ല, നിന്നെ തനിച്ചു വിടത്തില്ല. അവൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പം മരിച്ചാലും സഹോദരൻ വിട്ടുപോയാലും. ചിലപ്പോൾ ആ സഹോദരൻ എന്നുള്ളത്, അപ്പൻ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കൊരു മാനേജറായിരിക്കാം, ചിലപ്പോൾ ഒരു മെൻറ്ററായിരിക്കാം, ചിലപ്പോൾ ഒരു പാസ്റ്ററായിരിക്കാം, ചിലപ്പോൾ ഒരു അളിയനായിരിക്കാം. സ്വന്തം സഹോദരനേക്കാൾ കൂടെ പിടിച്ചു നിർത്തിയ ഒരു ബ്രദറിനേക്കാൾ കൂടുതൽ പിടിച്ചു നിർത്തിയ ഒരു ബ്രദർ ഇൻ ലോ ആയിരിക്കാം, ഒരു ഫ്രണ്ടായിരിക്കാം. അകാലത്ത് വേർപിരിഞ്ഞപ്പം നിങ്ങൾ ചിന്തിച്ചു എല്ലാം തീർന്നെന്ന്. നോ, നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. വാഗ്ദത്ത ദേശത്തേക്ക്. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ കാന്തയായിരിക്കുന്ന കന്യകയെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ എവിടെ ഇരിക്കുന്നതെന്നറിയാവോ? 2-ാം വാക്യത്തിൽ പറയുകയാണ്, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. കാന്തൻ നോക്കി, എവിടെയാണ് എൻ്റെ പെങ്കൊച്ചിരിക്കുന്നത്? കാന്തൻ നോക്കിയപ്പോൾ പറയുക, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ എൻ്റെ പ്രിയ ഇരിക്കുന്നു. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ ദൈവവൈതലേ, നീ എവിടെ ഇരിക്കുന്നതെന്ന് നിൻ്റെ കർത്താവിന് നന്നായിട്ടറിയാം. നിൻ്റെ അവസ്ഥയും കർത്താവിനറിയാം. കർത്താവ് പറയുക, മുള്ളുകളുടെ ഇടയിൽ ഒരു താമര പോലെ എൻ്റെ പ്രിയ ഇരിക്കുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര ഇരുന്നാൽ എന്ത് സംഭവിക്കും? മുള്ളുകൊണ്ട് ഈ താമര പൂവിനെ, മുള്ളുകൊണ്ട് ഈ ലില്ലിപ്പൂവിനെ ഒന്ന് തൊട്ടാൽ അതിങ്ങനെ കീറിപ്പോകും. വളരെ വേദനാജനകമായ സാഹചര്യം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിൻ്റെ ചുറ്റും ഇരിക്കുന്നത് മുള്ളാണെന്നും അത് നിന്നെ തൊട്ടാൽ നിനക്ക് പ്രതിരോധിക്കാൻ ശേഷിയില്ല, കീറിപ്പോകുന്ന ചങ്ക നിൻ്റേതെന്നും കർത്താവിനറിയാം. 2-ാം വാക്യത്തിൽ പറയുകയാണ്, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ എൻ്റെ പ്രിയ ഇരിക്കുന്നു. കർത്താവ് അവൾക്കൊരു മാറ്റം കൊടുത്തു. 2-ാം വാക്യത്തിൽ അവൾ മുള്ളുകളുടെ ഇടയിൽ താമര പോലെ ഇരിക്കുന്നത്. പക്ഷേ 3-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് അവൾക്കൊരു മാറ്റം കൊടുത്തു. എന്താ മാറ്റം? ഇപ്പം മുള്ളുകളുടെ ഇടയിൽ നിന്ന് മാറി കാട്ടിനകത്തേക്ക് പോയിരിക്കുക. കുത്തും വെട്ടുമൊക്കെ കുറവാണ്, പക്ഷേ ഒരു എക്സ്പോഷർ ഉണ്ടാകത്തില്ല. കാട്ടിനകത്തിരുന്നാൽ ഒരിക്കലും വിശാലത ഉണ്ടാകത്തില്ല. ജീവിതത്തിൻ്റെ 3 തലങ്ങൾ നമുക്കിവിടെ കാണാം. ഒന്ന്, ഭയങ്കരമായ മുള്ള്, കുത്തുന്ന വേദന. അവിടുന്ന് രക്ഷപ്പെട്ട് ചാടിയപ്പോൾ എവിടെ കൊണ്ടിട്ടേന്നറിയാവോ? കാട്ടിനകത്ത്. കാട്ടുമൃഗങ്ങളുടെ നടുവിൽ ഒരു നാരകം പോലെ പ്രിയനിരിക്കുക. ദൈവസാന്നിധ്യമുണ്ട്, നാരകത്തിൻ്റെ ചുവട്ടിലായിരിക്കുന്നത്. പക്ഷേ ആംബിയൻസ് ഏതാണെന്നറിയാവോ? കാടാ. ദൈവമുണ്ട് കൂടെ, കർത്താവ് ആശ്വാസമൊക്കെ തന്നു, കഷ്ടമൊക്കെ മാറി. പക്ഷേ ഞാനിന്ന് കാട്ടില്ല. ഒരു എക്സ്പോഷർ എനിക്കില്ല, ഒരു നല്ല വഴി എനിക്കില്ല, കാട്ടുമരങ്ങളുടെ നടുവിൽ. പക്ഷേ അവിടെയും അവളെ ആശ്വസിപ്പിച്ചു. ആ നാരകത്തിലെ ആ മരത്തിലെ പഴങ്ങൾ അവളുടെ വായിക്ക് മധുരമായി. നിഴലിൽ അവൾ മോദത്തോടെ ഇരുന്നു. ശ്രദ്ധിക്കണേ, ലൈഫിൻ്റെ സ്റ്റേജ് മാറുന്നത്. മുള്ളുകളുടെ ഇടയിൽ വേദനപ്പെട്ടിരുന്നവളെ ഒരു നിഴലിൻ്റെ കീഴിൽ പഴം കൊടുത്ത് ദൈവം ഇരുത്തി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഒറ്റ രാത്രി കൊണ്ടല്ല മാറുന്നത്. മുള്ളുകളുടെ ഇടയിലിരുന്ന വ്യക്തിയെ കർത്താവ് കൊണ്ടുപോയി വൃക്ഷത്തിൻ്റെ തണലിലിരുത്തി പഴവും കൊടുത്തു. പക്ഷേ അന്നേരവും കാട്ടിനകത്താ, ഗതി പിടിക്കാൻ സാഹചര്യമില്ല. പക്ഷേ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 2-ാമത്തെ വാക്യത്തിൽ കന്യക എവിടെയാണ് ഇരിക്കുന്നത്, കാന്ത എവിടെയാണ് ഇരിക്കുന്നതെന്ന് കാന്തനാ പറഞ്ഞത്. പക്ഷെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ പറഞ്ഞു, ഇനി സാറ് പറയണ്ട, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം എനിക്കൊരു ദൂത് കേൾക്കണ്ട, പ്രവാചകന്മാർ എന്നോട് പറയണ്ട, കർത്താവ് എന്നോട് പറയണ്ട, പകരം സാക്ഷ്യം ഞാൻ പറയാം. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു.
അവൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതെങ്ങനെയാണെന്നറിയാമോ? അവൻ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. ഹി ബ്രോട്ട് മീ. അവൻ എൻ്റെ അടുക്ക് ആ വീട്ടിലോട്ട് അങ്ങ് വന്നേരം എന്നല്ല പറഞ്ഞത്, പോയി 40 ഉപവാസം ഇരുന്ന് അങ്ങ് വന്നേരം എന്നല്ല പറഞ്ഞത്. ഹി ബ്രോട്ട് മീ ടു ദ ബാങ്ക്വറ്റിംഗ് ഹൗസ്. അവൻ എന്നെ ആ വീട്ടിലേക്ക് അവൻ എന്നെ അങ്ങ് പൊക്കിയെടുത്ത് അവൻ എന്നെ കൂട്ടിക്കൊണ്ടു ചെന്നോ. എൻ്റെ മീതേ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നോ. ഇന്ന് പകൽ മുള്ളിനകത്തിരുന്നാലും കാട്ടിനകത്തിരുന്നാലും ഞാനൊരു കാര്യം ഉറപ്പോടുകൂടെ പറയാം, ദൈവവേദലേ, നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവം. എന്നും നീ മുള്ളുകൾക്കിടയിൽ ഇരിക്കുമെന്ന്, ഈ കുത്തുന്നവരുടെ ഇടയിൽ എന്നും നീ ഇരിക്കുമെന്ന് ആരാ പറഞ്ഞത്? എന്നും നീ കാട്ടിനകത്ത് എക്സ്പോഷർ ഇല്ലാത്ത ഇടത്ത് ഇവിടം കൊണ്ട് തീർന്നെന്ന് പറഞ്ഞിടത്ത് ഇരിക്കുമെന്ന് ആരാ പറഞ്ഞത്? നോ, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ വിശ്വസിക്കുക. ആ കാട്ടിലേക്ക് നിന്റെ കർത്താവ് ഇറങ്ങി വരുമോ? ആ മുള്ളുകളുടെ ഇടയിലേക്ക് നിന്റെ കർത്താവ് ഇറങ്ങി വരുമോ? ആ ദുഷ്ട മനുഷ്യരുടെ ഇടയിലേക്ക് കർത്താവ് ഇറങ്ങി വരുമോ? നിന്റെ വഴി അടയ്ക്കാൻ, നിന്നെ ഒതുക്കാൻ നിൽക്കുന്ന ആ കിരാതന്മാരുടെ ഇടയിലേക്ക്, ആ കാട്ടിലേക്ക് കർത്താവ് ഇറങ്ങി വരുമോ? അവിടെ നിന്ന് നിന്നെ പോക്കിയെടുക്കും. ഹി വിൽ ബ്രിങ് യു. അവൻ നിന്നെ എന്ത് ചെയ്യും? ആ വീട്ടിലേക്ക് അവൻ നിന്നെ കൊണ്ടുവരും. ഈ കൂട്ടിക്കൊണ്ടുവരും. ഹി ബ്രോട്ട് മീ. ഇന്ന് പകൽക്കാലം നിന്റെ അവസ്ഥകളെ ദൈവം മാറ്റുകയല്ല, നിന്റെ അവസ്ഥകളിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് ദൈവം തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുപോകോ. മുള്ളുകളിൽ നിന്ന് കാട്ടിൽ നിന്ന് വീട്ടിലേക്ക്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഒരിക്കലും നീ അതിനകത്തൊരു സ്റ്റെപ്പ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, മുള്ളുകളുടെ ഇടയിൽ അവൻ നിന്നെ പറഞ്ഞു വിടത്തില്ല. കാട്ടിനിടയിൽ അവൻ നിന്നെ തനിച്ചു വിടത്തില്ല. മുള്ളുകളുടെ ഇടയിൽ നിന്ന് കാട്ടിലേക്ക്, ആ കാട്ടിൽ നിന്ന് അവൻ നിന്നെ വീട്ടിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവ. ഇന്ന് പകൽ കരമുയർത്തി പറ, മുള്ളുകളുടെ നടുവിൽ അവൻ എന്നെ ഏകനായി വിടത്തില്ല. കാടിൻ്റെ നടുവിൽ അവൻ എന്നെ തനിച്ചു വിടത്തില്ല. അവൻ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവമാണ്. നോക്കൂ, ദൈവം വേലസ്ഥലത്തേക്ക് ആദാമിനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആമേൻ. അപ്പനും സഹോദരനും മരിച്ചും ചതിച്ചും പോകുന്ന ഇടത്ത് അബ്രഹാമിനെ വാഗ്ദത്ത ദേശത്തേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ടു ദ പ്രോമിസ്ഡ് ലാൻഡ്. ദൈവം നിന്നോട് എന്ത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ ആ വാഗ്ദത്തം പിടിക്കാൻ നീ കിടന്ന് നീന്തിത്തൊഴകി ഒന്നും വേണ്ട ദൈവവൈതലേ. എല്ലാം പ്രതികൂലമായാലും ആ വാഗ്ദത്തങ്ങളുടെ തികവിലേക്ക് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുപോകുക. മൂന്നാമതായി പറയുകയാണ്, മുള്ളുകൾക്കിടയിൽ നിന്ന്, കാട്ടുമരങ്ങൾക്കിടയിൽ നിന്ന് അവൻ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നോ. ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവത്തെയാണ്. പറഞ്ഞു വിടുന്ന ഒരു ദൈവത്തെയല്ല, തനിച്ചു വിടുന്ന ദൈവത്തെയല്ല, കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കാരണം ഞാൻ കണ്ട യേശുവപ്പ അങ്ങനെയാണ് എന്നോട് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യായിറോസ് എന്ന പള്ളിപ്രമാണി യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് തൻ്റെ മകൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. അങ്ങനെ യായിറോസ് യേശുവുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വേറെ ഒരു സ്ത്രീ പുറകിൽ കൂടെ വന്ന് യേശുപ്പായുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടോ. യായിറോസിനെ വിട്ടിട്ട് യേശു ഇവിടേക്ക് തിരിഞ്ഞോ. യേശു കർത്താവ് സമയത്ത് പ്രവർത്തിക്കാതിരുന്നത് പോലെ യായിറോസിനെ ഉപേക്ഷിക്കുന്നത് പോലെ തോന്നി. പുറകെ വന്നവർ വന്ന് യായിറോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ അവിടെ തിരക്കിലല്ലേ, നമുക്ക് പോകാം, കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞു. യായിറോസ് വേദനയോടെ തിരിഞ്ഞു നടക്കുമ്പോൾ യേശു കർത്താവ് യായിറോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നോ, അവിടെ നിൽക്ക്, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. സ്തോത്ര. കാരണം നിൻ്റെ മകൾ മരിച്ചിട്ടില്ല. ആരെന്തോ പറഞ്ഞാലും നീ വിശ്വസിക്കരുത്. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. യേശു കർത്താവ് യായിറോസിൻ്റെ വീട്ടിലേക്ക് നടന്നു ചെന്നോ. യായിറോസിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീട്ടിൽ ഭയങ്കര നിലവിളിയാ, ആ വീട്ടിൽ ഭയങ്കര കരച്ചില. യേശു കർത്താവ് ആ വീട്ടിലേക്ക് കയറി ചെന്നു. ഒന്നാമത് യേശു എന്താണ് ചെയ്തതെന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് 38 തുടങ്ങി ഞാൻ വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടോ. യേശു കർത്താവ് ആ വീട്ടിൽ ചിലരെ കണ്ടോ. വിലാപത്തെയും ആരവാരത്തെയും കണ്ടോ. യേശു കർത്താവ്
അവിടെ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത് യേശു ചെയ്തത് 39-ാം വാക്യം, അത് കണ്ടുടനെ യേശു അകത്തു കടന്നു. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം കണ്ടാൽ ദൈവം പുറത്തു നിന്ന് നോക്കത്തില്ല. നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കണ്ടാൽ ദൈവം പുറത്തു നിന്ന് കണ്ടുകൊണ്ട് നിൽക്കത്തില്ല. നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ ദൈവം അകത്തു കടക്കോ. മാർക്കോസ് 5:39 അവൻ അകത്തു കടന്നു. ഇന്ന് പകൽ നിൻ്റെ പ്രശ്നങ്ങളുടെ മേൽ മാർക്കോസ് 5:39 വെച്ച് പ്രാർത്ഥിച്ചേ, ദൈവം എൻ്റെ പ്രശ്നങ്ങളുടെ അകത്ത് കടക്കുകയാണ്. ദൈവം എൻ്റെ പോരാട്ടങ്ങളുടെ അകത്ത് കടക്കുകയാണ്. അവൻ അകത്തു കടന്നു. എന്നിട്ട് അടുത്തത് എന്താണ് ചെയ്യുന്നത്? സ്തോത്രം. 40-ാം വാക്യം, ഒന്നാമത്തെ 38-ാം വാക്യത്തിൽ യേശു ആ വീടിൻ്റെ അവസ്ഥ കണ്ടു. യേശു ആ വീടിൻ്റെ അവസ്ഥ കണ്ടു. 38-ാം വാക്യം, യേശു ആ വീടിൻ്റെ അവസ്ഥ കണ്ടു. നിങ്ങളുടെ എൻ്റെ വീടിൻ്റെ ശുശ്രൂഷയുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ദൈവം കാണുന്നു. 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശു കർത്താവ് അകത്ത് കടന്നു. നമ്മുടെ അവസ്ഥകളെ കാണുന്ന കർത്താവ്, നമ്മുടെ അവസ്ഥകളിലേക്ക് അകത്ത് കടക്കുന്ന കർത്താവ്. 39. 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ എല്ലാവരെയും പുറത്താക്കി. യെസ്, നമ്മുടെ അവസ്ഥകളെ കാണുന്ന ദൈവം, നമ്മുടെ അവസ്ഥകൾക്കകത്തേക്ക് കയറുന്ന ദൈവം. മൂന്നാമത്, അവസ്ഥകൾക്കകത്ത് കയറി നിന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന, അവിടെ നിലവിളിക്കുന്ന, അവിടെ സങ്കടപ്പെടുന്ന എല്ലാവരെയും കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവിടെ നിന്ന് പുറത്താക്കി. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലരുടെ ജീവിതങ്ങളുടെ അവസ്ഥകളെ കർത്താവ് കാണുകയാണ്. ആ അവസ്ഥകളിലേക്ക് കർത്താവ് കയറുകയാണ്. ആ അവസ്ഥകൾക്കകത്ത് വിരോധമായി, തിന്മയായി പ്രവർത്തിക്കുന്നവരെ കർത്താവ് പുറത്താക്കുകയാണ്. അത് പാപമാകട്ടെ, ശാപമാകട്ടെ, ആഭിചാരമാകട്ടെ, മന്ത്രവാദമാകട്ടെ, തകിടുകളാകട്ടെ, ഏലസുകളാകട്ടെ, തൊങ്ങലുകളാകട്ടെ, കർത്താവ് അതിനെ പുറത്താക്കുകയാണ്. എൻ്റെ കർത്താവ് അകത്തു കടന്നാൽ അവൻ പുറത്താക്കേണ്ടതിനെ പുറത്താക്കുക. ചില മനുഷ്യരെ ആണെങ്കിൽ അങ്ങനെ, ചില വ്യക്തികളെ, സംഗതികളെ, ഏതിനെയായിരുന്നാലും എൻ്റെ കർത്താവ് അതിനെ പുറത്താക്കും. അവൻ അകത്തു കടന്നു, അവൻ കണ്ടു, അകത്തു കടന്നു, പുറത്താക്കി. അതിനനന്തരമായി എന്താണ് യേശു ചെയ്യുന്നത്? 40-ാം വാക്യം, കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്തു ചെന്നു കുട്ടിയുടെ കൈക്ക് പിടിച്ചോ. ഹല്ലേലൂയ. ഇപ്പോൾ അപ്പനും അമ്മയോ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്യുകയാണ്? അവരെ കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന അടുത്തേക്ക് ചെല്ലുകയാണ്. ഇന്ന് പകൽ നിങ്ങളുടെ തലമുറകളുടെ ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് തൊടാൻ പേടിയാ. പരിശുദ്ധാത്മാവ് അധികാരത്തോടെ പറയുന്നു, നിന്റെ മക്കളുടെ ചില വിഷയങ്ങളിൽ നിനക്ക് തൊടാൻ പേടിയാ. നിന്റെ കുടുംബത്തിനകത്തെ ചില വിഷയങ്ങളിൽ നിനക്ക് തൊടാൻ പേടിയാ. നിന്റെ ബിസിനസ്സിലെ ചില വിഷയങ്ങളിൽ നിനക്ക് തൊടാൻ പേടിയാ. നിന്റെ ബന്ധങ്ങളിലെ ചില വിഷയങ്ങളിൽ നിനക്ക് തൊടാൻ പേടിയാ. നീ ആ മുറിക്കകത്തേക്ക് കയറുന്നില്ല. നിന്റെ വീട്ടിനകത്ത് ചില അനുഭവങ്ങളിലേക്ക് നീ കയറുന്നില്ല. യെസ്, പക്ഷേ യേശു എന്ത് ചെയ്തോ? അവൻ കർത്താവ് പുറത്താക്കേണ്ടവരെ പുറത്താക്കിയിട്ട് യേശു അകത്ത് കടന്ന്, സ്തോത്രം, ആ ആ പെൺകുട്ടിയുടെ അപ്പനെയും അമ്മയെയും കൈക്ക് പിടിച്ച് അവൾ കിടക്കുന്ന ഇടത്തേക്ക് ചെന്നു. ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാ. ചില പ്രശ്ന മേഖലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാ. മരിച്ചെന്ന് പറഞ്ഞ ചില ഇടങ്ങളിലേക്ക്. നിങ്ങളുടെ വീട്ടിൽ കരം ചലിക്കത്തില്ലെന്ന്, നിങ്ങളുടെ വീട്ടിൽ ഗതി പിടിക്കത്തില്ലെന്ന്, നിങ്ങളുടെ വീട്ടിൽ ഉയർച്ച വരത്തില്ലെന്ന് ശത്രു വാദിച്ചു നിൽക്കുന്ന, മരണം വാഴുന്ന ചില ഇടങ്ങളിലേക്ക്, നിന്റെ കുടുംബത്തിൽ മരണം വാഴുന്ന ചില ഇടങ്ങളിലേക്ക് ദൈവം അപ്പനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ചെന്ന് അവളുടെ കൈക്ക് പിടിച്ചു, അവളെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് ചെല്ലുകയാ. നിങ്ങളുടെ വീടിൻ്റെ ചില പ്രശ്നങ്ങൾ, വർഷങ്ങളായി തൊടാൻ പേടിക്കുന്ന ചില വിഷയങ്ങൾ, വർഷങ്ങളായി പരിഹരിക്കാൻ പേടിക്കുന്ന ചില വിഷയങ്ങൾ, ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ അതിനകത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുക. യെസ്, അതിൽ ലിറ്ററലി ചില വിഷയങ്ങളുടെ മേൽ ഞാൻ അതിനെ പ്രൊക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ചില വസ്തുക്കളിലേക്ക് നിങ്ങൾക്ക് കയറി ചെല്ലാൻ പേടി, ചില പറമ്പുകളിലേക്ക് നിങ്ങൾക്ക് കയറി ചെല്ലാൻ പേടി, നിങ്ങളുടെ മക്കളുടെ ചില വിഷയങ്ങളിൽ മോനെ എന്തായി, മോളെ എന്തായി എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് പേടി. സ്തോത്ര. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ചില പൂട്ടിക്കിടക്കുന്ന ചില ബിൽഡിങ്ങുകളിലേക്ക് നിങ്ങൾക്ക് തിരികെ കയറാൻ പേടി, നിങ്ങൾക്ക് അവകാശം കിട്ടിയ ചില പറമ്പുകളിലേക്ക് നിങ്ങൾക്ക് കയറാൻ പേടി. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ പിരിച്ചുവിടുകയാണ്.
നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഒരു ആൻറ്റി പവർ വിഷനിൽ വിളിച്ച് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. താനും മകനും കൂടെ താമസിച്ചു കൊണ്ടിരുന്ന ഒരു വീട്, പക്ഷെ ശത്രുവിൻ്റെ ഉപദ്രവ ഹേതുവായി ആ വീട്ടിനകത്തു നിന്ന് അവരുടെ സ്വന്തമായ വീട് അവിടെ അടച്ചുപൂട്ടിയിട്ടിട്ട് അവർ മൈലുകൾക്കപ്പുറം ഒരു വീട്ടിൽ പോയി വാടകയ്ക്ക് താമസിച്ചോ. ഇവിടെയുള്ള എല്ലാ പാസ്റ്റേഴ്സിനെയും അവർ വിളിച്ച് സങ്കടത്തോടുകൂടി പറഞ്ഞു, സ്തോത്ര, എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. പക്ഷേ നാളുകൾ കഴിഞ്ഞോ, ഭക്തന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പവർ വിഷന്റെ അപ്പർ റൂമിൽ ആ കർത്തൃദാസിക്ക് വേണ്ടി നിരന്തരമായ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടേയിരുന്നു. കർത്തൃദാസന്മാരെ പലപ്പോഴും ആ കർത്തൃദാസി വിളിച്ച് വളരെ വേദനയോടുകൂടെ സങ്കടങ്ങൾ പറയുമായിരുന്നു. പക്ഷേ ആഴ്ചകൾ നീണ്ടു നിന്നില്ല, മാസങ്ങൾ നീണ്ടു നിന്നില്ല. കർത്തൃദാസന്മാർ അവരോട് വ്യക്തമായ ദൂത് പറഞ്ഞു, ആലോചന പറഞ്ഞു, നിങ്ങൾ തിരികെ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുവാൻ. ഒരു ദിവസം പ്രഭാതത്തിൽ തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് ആ മാതാവ് തിരികെ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. യെസ്, ആ വീട്ടിനകത്ത് അവർ ഇന്നും സ്വസ്ഥമായി താമസിക്കുന്നു. എന്താണ് കാരണം? അവരെ പുറത്താക്കി കളഞ്ഞ ഇടത്തേക്ക് ദൈവം അവരെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. നിന്റെ അവകാശ ഭൂമിയിലേക്ക്, നിന്റെ മക്കളുടെ വിഷയങ്ങളിലേക്ക് നിനക്കിറങ്ങാൻ പേടിയാ, പക്ഷെ ദൈവം നിന്നെ അതിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. അവസ്ഥ അറിയുന്ന ദൈവം 38, അകത്ത് കിടക്കുന്ന ദൈവം 39, 40 പുറത്താക്കുന്ന ദൈവം കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെന്ന് അവളുടെ കൈക്ക് പിടിക്കുകയാണ്. ആമേൻ. ബാല കിടക്കുന്ന ഇടത്തേക്ക് യേശു കർത്താവ് അവരെ കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് അവരെ കൈക്ക് പിടിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം. വേല ചെയ്യുവാനുള്ള ഏദനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവം. 2, വാഗ്ദത്ത ദേശത്തേക്ക് മരണം കൊണ്ടും ഒറ്റപ്പെടൽ കൊണ്ടും എവിടെയൊക്കെയോ വഴിമുട്ടിയാലും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവം. സ്തോത്രം. മുള്ളുകളിൽ നിന്ന് കാട്ടിലേക്കും കാട്ടിൽ നിന്ന് വീഞ്ഞു വീട്ടിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവം. സ്തോത്രം. 4, കുട്ടി കിടക്കുന്ന ഇടത്തേക്ക്, കുടുംബത്തിൻ്റെ പ്രശ്നബാധിതമായ ഇടത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവം. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതേ പുസ്തകം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. അവിടെ 2 ഭാഗങ്ങൾ ആ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക. അതിൽ ഒന്നാമത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവർ അവനെ പുരുഷാരത്തിൽ നിന്ന് അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഒന്നാമതായി ഞാൻ ആ ഭാഗത്തെ മാത്രം എടുക്കുകയാണ്. പുരുഷാരത്തിൽ നിന്ന് അവനെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ നമുക്കിവിടെ കാണാൻ കഴിയുക. ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്തായിരുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്ര, അവൻ വിക്കനായ ഒരു ചെകിടനായിരുന്നു. അവനൊന്നും കേൾക്കാൻ കഴിയത്തില്ല, അവനൊന്നും പറയാനും കഴിയത്തില്ല. വിക്കനായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നറിയാമോ? അവൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ അവനൊന്നും കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിക്കാൻ കഴിയത്തില്ല. സ്വന്തം അമ്മയുടെ അടുക്ക പോലും അവന് അവതരിപ്പിക്കാൻ കഴിയത്തില്ല, സ്വന്തം അപ്പൻ്റെ അടുക്ക പോലും അവന് അവതരിപ്പിക്കാൻ കഴിയത്തില്ല, സ്വന്തം ജീവിത പങ്കാളിയുടെ അടുക്ക പോലും അവന് അവതരിപ്പിക്കാൻ കഴിയത്തില്ല. അവന് വെള്ളം വേണമെന്ന് പറയണമെങ്കിൽ, അവന് ശ്വാസം മുട്ടുന്നെന്ന് പറയണമെങ്കിൽ, അവന് വിശക്കുന്നു എന്ന് പറയണമെങ്കിൽ, അവൻ അതൊന്നും ഒറ്റ വാക്കിൽ പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയത്തില്ല. വിക്കനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ സാഹചര്യങ്ങളെ, അവൻ്റെ ഉള്ള അവസ്ഥയെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പനും മനസ്സിലാകത്തില്ല, അമ്മയ്ക്കും മനസ്സിലാകത്തില്ല, പാസ്റ്റർക്കും മനസ്സിലാകത്തില്ല, വിശ്വാസിക്കും മനസ്സിലാകത്തില്ല, ആർക്കും മനസ്സിലാകത്തില്ല നിൻ്റെ അവസ്ഥ. വിക്കനായ ഒരു മനുഷ്യൻ, അവനിങ്ങനെ സമൂഹത്തിൽ ജീവിക്കുക. രണ്ടാമത് ചെകിടനായ ഒരു മനുഷ്യൻ. ആരെന്തോ പറഞ്ഞാലും ഇവന് കേൾക്കാൻ പറ്റുന്നില്ല. ആരെന്തോ പറഞ്ഞാലും കേൾക്കാൻ പറ്റുന്നില്ല. നന്മയുടെ ആലോചനകൾ വന്നാൽ, അനുഗ്രഹത്തിൻ്റെ വഴികൾ വന്നാൽ ഇവനിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ സമൂഹത്തിൽ ജീവിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തോ? അവൻ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒറ്റയ്ക്കായി നടക്കുകയാണ്. അവൻ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് പോയി. പക്ഷേ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവനെ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് പോകുമ്പോൾ യേശു അവനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ ഒരു പരമാർത്ഥം ഞാൻ പറയട്ടെ. ജീവിതത്തിൽ ചിലപ്പോൾ പുരുഷാരത്തിൽ നിന്ന് വേറിടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും. പുരുഷാരത്തിൽ നിന്ന് വേറിടപ്പെടുന്ന അവസ്ഥകൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, and he took him aside from the multitude.
നമ്മുടെ മൾട്ടിറ്റ്യൂഡിൽ നിന്ന്, നമ്മുടെ ഫാമിലിയുടെ മൾട്ടിറ്റ്യൂഡിൽ നിന്ന്, നമ്മുടെ ചർച്ചിൻ്റെ പുരുഷാരത്തിൽ നിന്ന്, നമ്മുടെ കൂട്ടുകാരുടെ പുരുഷാരത്തിൽ നിന്ന്, അവിടെ നിന്നൊക്കെ ദൈവം നമ്മളെ സെപ്പറേറ്റ് ചെയ്യും. ജീവിതത്തിൻ്റെ ചില ഏകാന്തതകൾ വരും. നമ്മൾ പറഞ്ഞാൽ ആരും മനസ്സിലാക്കത്തില്ല. നമ്മളൊക്കെ ആരും പറയുന്നത് നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാനും കഴിയത്തില്ല. ജീവിതത്തിൻ്റെ ഏകാന്തതകൾ. ആ മനുഷ്യനെ ആ പുരുഷാരത്തിൽ നിന്ന് അവൻ വേറിട്ട് പോവുകയാണ്. പക്ഷേ ഞാൻ ആ മനുഷ്യൻ്റെ പുറകെ ചെന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ പുരുഷാരത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നടക്കുന്നു. വിക്കനും ചെകിടനുമായൊരു മനുഷ്യൻ. ഞാൻ ആ മനുഷ്യൻ്റെ പുറകെ നടന്നു. അവിടെ ചെന്നപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. ആ വേറിട്ട സ്ഥലത്തേക്ക് അവൻ പോകുമ്പോൾ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. യേശു അവനെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ 5 പേരും ചേർന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം. കുടുംബക്കാരെല്ലാവരും ചേർന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം. എല്ലാ സഭക്കാരും നിങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചേക്കാം. ശുശ്രൂഷകരാരും നിങ്ങളെ വിളിച്ചു പോലും കാണത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം. നിങ്ങൾ വേറിടപ്പെടുമ്പോൾ, നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ, നിങ്ങൾ ഏകാന്തതയിൽ നടക്കുമ്പോൾ, നിങ്ങൾ അവിടെ തനിയെ നടക്കുകയല്ല. യേശു നിങ്ങളുടെ കൂടെ വരികയുമല്ല. യേശു നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇന്ന് പകൽ ജീവിതത്തിൻ്റെ ഏകാന്തതകളെ നോക്കിയിട്ട് പറ, ഈ വഴിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളെ നോക്കിയിട്ട് പറ, ഈ വഴിധാരകളിൽ ഞാൻ ഏകനല്ല. എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവം, എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവമാണ് എന്നോട് കൂടെ നിൽക്കുന്നത്. ജീവിതത്തിൽ എവിടെയൊക്കെ ഒറ്റപ്പെട്ടാൽ, ജീവിതത്തിൽ എവിടെയൊക്കെ പുരുഷാരത്തിൽ നിന്ന് വേറിടപ്പെട്ടു പോയാൽ, ഒരു ഭാഗം ഞാൻ ഉറപ്പായിട്ട് പറയാം, അവിടെ നീ ഒരിക്കലും ഏകനല്ല. നിന്നെ വലങ്കൈക്ക് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ പുരുഷാരം നിന്നെ വിട്ടുപോയേക്കാം. ഒരുപക്ഷെ പുരുഷാരത്തിൽ നിന്ന് നീ പറിക്കപ്പെട്ടേക്കാം. കോതമ്പ് മണി നിലത്ത് വീഴുമ്പോൾ അതിൻ്റെ കതിരിൽ നിന്ന്, തിങ്ങി നിറഞ്ഞിരിക്കുന്ന കതിരിൽ നിന്ന് അടർന്ന് താഴെ വീഴുമ്പോൾ എല്ലാവരും ഏകരായിട്ട് എല്ലാവരാലും അകലപ്പെട്ടതുപോലെ യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ മുമ്പിലത്തെ രാത്രിയിൽ ശിഷ്യഗണത്തോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ചിതറും, ഞാൻ ഒറ്റയ്ക്കായി തീരുമെന്ന് പറഞ്ഞു. ഏകാന്തതയുടെ വേദന യേശുവിനെ നന്നായിട്ടറിയാം. ഒറ്റപ്പെടലിൻ്റെ വേദന യേശുവിനെ നന്നായിട്ടറിയാം. കള്ളസാക്ഷികൾ എതിർ നിൽക്കുന്നതിൻ്റെ വേദന യേശുവിനെ നന്നായിട്ടറിയാം. ജീവിതത്തിൻ്റെ ഭാരവുമായി വീഴുന്ന വേദന യേശുവിനെ നന്നായിട്ടറിയാം. അപ്പോഴൊന്ന് കൈത്താങ്ങൽ തരാൻ പറയുന്നവൻ വഴിമാറിപ്പോകുന്നതിൻ്റെ വേദന യേശുവിനെ നന്നായിട്ടറിയാം. കൂടെ കിടക്കുന്നവർ 2 പേരും കള്ളന്മാരാകുന്നെന്ന് കാണുമ്പോൾ ആ വേദന യേശു കർത്താവിന് നന്നായിട്ടറിയാം. കൂടുള്ളവർ ചിതറിപ്പോകുന്ന വേദന, കൂടുള്ളവർ ഒറ്റുന്ന വേദന, കൂടുള്ളവർ തള്ളിക്കളയുന്ന വേദന, കൂടുള്ളവർ ശത്രുക്കളാകുന്ന വേദന, കൂടെ നിൽക്കുന്നവർ കള്ളന്മാരാകുന്ന വേദന, ഇതെല്ലാം യേശുവിന് നന്നായിട്ടറിയാം. ഇന്ന് രാത്രി ഇന്ന് പ്രാർത്ഥനയിൽ എന്നെ കേൾക്കുന്ന ദൈവവേദനേ, അവൻ നിൻ്റെ ഏകാന്തതയിലും ഒറ്റപ്പെടലില്ലോ അവൻ നിന്നെ ഒരിക്കലും തനിച്ചു വിടത്തില്ല. അവൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകുക. ഞാൻ പറഞ്ഞ ഭാഗങ്ങളെ നിങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ച് നോക്കണം. ഗത്സമനയിൽ കൂടെ നിൽക്കുന്നവർ യേശുവിനെ വിട്ട് ചിതറിയത് കാണുവാൻ കഴിയുക. ഗബത്തയിൽ യേശുവിൻ്റെ ചുറ്റും നിൽക്കുന്നവർ യേശുവിനെതിരെ സംസാരിക്കുന്നതിനെ കാണുവാൻ കഴിയുക. കുരിശുമരം ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് പോകുമ്പോൾ കൂടെ നിൽക്കുന്നവർ സഹായിക്കാതെ വഴിമാറി പോകുന്നതിനെ കാണുവാൻ കഴിയുക. കാൽവറിയുടെ ഗിരിമുകളിൽ നിൽക്കുമ്പോൾ കൂടെ കിടക്കുന്ന 2 പേരും കള്ളന്മാരാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഈ വേദനകളെല്ലാം യേശു അറിഞ്ഞിട്ടുണ്ട്. അവിടെ യേശു ദൂരവേ നോക്കുമ്പോൾ അമ്മ മറിയവും സഹോദരനും ഒക്കെ നിൽക്കുകയാ. അവരുടെ മുഖത്ത് നോക്കിയപ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞു, എൻ്റെ കൂടെ നിൽക്കുന്നവർ നിസ്സഹായരാണ്. ഒറ്റപ്പെടലിൻ്റെ വേദന എൻ്റെ യേശുപ്പായെ പോലെ അറിഞ്ഞവരാരും ലോകത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏകാന്തതയിലോ ഒറ്റപ്പെടലിലോ അവൻ എൻ്റെയും നിങ്ങളുടെയും കൂടെ വരാൻ കഴിയുമോ? അവനെ കൂട്ടിക്കൊണ്ടുപോയി. അവനെ കൂട്ടിക്കൊണ്ടുപോയി. പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. നീ എവിടെയൊക്കെ ഒറ്റപ്പെട്ടോ, കുടുംബത്തിൽ ഒറ്റപ്പെട്ടോ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടോ, സഭയിൽ ഒറ്റപ്പെട്ടോ, ദേശത്തിൽ ഒറ്റപ്പെട്ടോ, ആ ഒറ്റപ്പെടലിലൊക്കെ നിന്നോട് കൂടെ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയ ഒരു ദൈവം നിനക്കുണ്ട്. ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടിട്ടില്ല എന്ന് തിരിച്ചറിയണം. അവൻ വേറിടുമ്പോഴും അവനെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ എന്തിനാണ് കർത്താവെ വേറിട്ട് പോയപ്പോൾ, അവൻ ഒറ്റപ്പെട്ടപ്പോൾ കൂട്ടിക്കൊണ്ടുപോയത്? യേശു അവനെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ആ വാക്യം അവിടെ അവസാനിക്കുകയല്ല. അവൻ്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ വാക്കുകൾ കയറാൻ കഴിയാത്തയിടത്ത്,
വാക്കുകൾ കയറാൻ, ശബ്ദം കയറാൻ കഴിയാത്ത ഇടത്ത് യേശു വിരലിനെ കയറ്റുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു ഭയങ്കരമാണെന്ന് നോക്കണേ. ശബ്ദം കയറാത്ത ഇടത്ത് വിരലിനെ കയറ്റുക. സാധാരണ വിരൽ കയറാത്ത ഇടത്ത് ശബ്ദം പാസ് ചെയ്യുക. നിങ്ങളുടെ വീടിൻ്റെ മുറിക്കകത്ത് ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തിക്കകത്തൂടെ നിങ്ങൾക്ക് കടക്കാൻ കഴിയത്തില്ല, പക്ഷേ ശബ്ദത്തിന് കടക്കാൻ കഴിയുക. പക്ഷേ ഇവിടെ ഈ കാതിനകത്ത് ശബ്ദത്തിന് പാസ് ചെയ്യാൻ കഴിയുന്നില്ല. അമ്മേ, പക്ഷേ സൗണ്ട് വേവ്സ് പോകാത്ത ഇടത്ത് കർത്താവ് എന്ത് ചെയ്യുകയാണ്? കർത്താവ് ഒരു ടച്ച് നൽകുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, സൗണ്ട് വേവ്സോ ലൈറ്റ് വേവ്സോ UV റേസോ എക്സ് റേസോ യാതൊരു റേഡിയേഷൻ റേസും കടന്നു പോകാത്ത ഇടത്ത് എൻ്റെ യേശുവിൻ്റെ വിരലിന് ചെല്ലാൻ കഴിയോ? ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറ, 10 റേഡിയേഷൻ ചെയ്താലും അത് നടക്കത്തില്ലെന്ന് മനുഷ്യൻ പറഞ്ഞേക്കോ, പക്ഷേ എൻ്റെ യേശുവിന് അതിനെ തൊടാൻ കഴിയോ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരങ്ങളിൽ ഒരാൾ, സ്തോത്ര, അദ്ദേഹത്തിന് ഒരു കിഡ്നി യൂറിൻ സ്റ്റോണുമായി ബന്ധപ്പെട്ട് ഒരു സർജറിക്ക് പോയി. പക്ഷേ സർജറിക്ക് കയറ്റിയതിന് ശേഷം ഡോക്ടർ ഏറ്റവും അവസാനം നിസ്സഹായനായിട്ട് പറഞ്ഞു, ആ സ്റ്റോൺ കിഡ്നിയുടെ അടുത്തെവിടെയോ പോയി, ഞങ്ങൾക്കത് പൊടിക്കാൻ കഴിയത്തില്ല. ലേസറിനോ കീ ഹോളിനോ അവിടേക്ക് ചെന്ന് പൊടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, ഡോക്ടറുടെ ലേസറിനോ ഡോക്ടറുടെ കീ ഹോളിനോ ട്യൂബിനോ ഒന്നോ ചെന്നെത്താൻ കഴിയാത്ത ഇടത്ത് എൻ്റെ യേശുപ്പായുടെ വിരലിന് ചെല്ലാൻ കഴിയുക, എൻ്റെ യേശുപ്പായ്ക്ക് തൊടാൻ കഴിയുക. നിന്നെ ജീവിതത്തിൽ വേറിട്ട് കൊണ്ടുപോയത് എന്തിനാണെന്നറിയാമോ? നിന്നെ ഒറ്റപ്പെടുത്തിയത് എന്തിനാണെന്നറിയാമോ? കർത്താവപ്പൻ അതെല്ലാം അനുവദിച്ചത് എന്തിനാണെന്നറിയാമോ? മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് ചിലത് നിന്നിൽ ചെയ്യാനാ. മനുഷ്യന് തൊടാൻ കഴിയാത്തത് ചിലത് ദൈവത്തിന് തൊടാൻ വേണ്ടിയാ. ദൈവത്തിന് നിന്നിൽ ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടിയാ. ഇന്ന് പകൽ വിശ്വസിക്ക്, മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവം എന്നെ ഒറ്റപ്പെടുത്തിയാൽ, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ എന്നെ ഏകനായി മാറ്റി നിർത്തിയാൽ, അവിടെ എന്നെ തനിച്ചു വിടാത്ത ഒരു ദൈവ, എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവ, ഏകാന്തതകളിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദൈവ. അവിടെ ചെന്ന് ചെവിയിൽ വിരലിട്ടോ, തുപ്പി അവൻ്റെ നാവിൽ തൊട്ടോ. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതുന്നത് ഇങ്ങനെയാണ്, 35-ാം വാക്യം. യേശു എഫദ എന്ന് പറഞ്ഞതിന് ശേഷം 35-ാം വാക്യം, ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഞാൻ യേശുവിൻ്റെ അടുക്കൽ ചോദിച്ചു, കർത്താവേ, അവനെ എന്തിനാ അങ്ങനെ ഒറ്റപ്പെടുത്തിയത്? കർത്താവേ, എന്തിനാ അവനെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയത്? യേശുപ്പ, എന്തിനാ പാവപ്പെട്ടവനെ അങ്ങനെ ഏകാന്തതയിൽ കൂടെ നടത്തിയത്? കൂടെ നിന്നവരെല്ലാം കള്ളന്മാരായി, എല്ലാവരും വഞ്ചിച്ചു, എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത്. എന്തിനാ യേശുപ്പ ആ മനുഷ്യനെ അങ്ങനെ ഒറ്റപ്പെടുത്തിയത്? യേശുപ്പ 35-ാം വാക്യത്തിൽ എന്നോട് മറുപടി പറഞ്ഞു, അവൻ്റെ മുമ്പിൽ ചിലതൊക്കെ തുറക്കാനുണ്ടായിരുന്നു, അവൻ്റെ ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ അഴിയാനുണ്ടായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എവിടെയെങ്കിലും ഒറ്റപ്പെടൽ ഏകാന്തതയും നിന്റെ ജീവിതത്തിന് നേരെ ഇരുട്ടുപോലെ കയറി വന്നിട്ടുണ്ടെങ്കിൽ, അതിനകത്തുനിന്ന് ദൈവം ചില വഴികളെ നിനക്ക് വേണ്ടി തുറക്കാനാ. അതിനകത്തു ചില ബന്ധനങ്ങളെ നിനക്ക് മുമ്പായി അഴിച്ചു മാറ്റാനാ. ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ വിശ്വസിച്ച് പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ഈ ഏകാന്തതയ്ക്കകത്ത് തുറക്കുക. ഈ ഒറ്റപ്പെടലിനകത്ത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് തുറക്കുക. അത് തുറന്നു വരാൻ വേണ്ടിയാ. ഈ ഏകാന്തതയ്ക്കകത്ത് മനുഷ്യരുടെ ശബ്ദം എനിക്ക് കേൾക്കാനില്ല. ഈ ഏകാന്തതയ്ക്കകത്ത് ഒരു മാനുഷിക സഹായം എനിക്ക് കേൾക്കാനില്ല. ഈ ഏകാന്തതയ്ക്കകത്ത് ഒരു മാനുഷിക മോട്ടിവേഷൻ എനിക്ക് കേൾക്കാനില്ല. പകരം എനിക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു ശബ്ദമുണ്ട്, എൻ്റെ യേശുവിൻ്റെ ശബ്ദം. അത് വിളിച്ചു പറയുകയാണ്, തുറന്നു വരിക. തുറക്കുവാനുള്ള ശബ്ദം. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അടുത്ത ഭാഗത്തിലേക്ക്, ഒരു ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 26-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇസ്രായേൽ ഒരു സാക്ഷ്യം പറയുകയാണ്. എന്താണ് ഇസ്രായേൽ സാക്ഷ്യം പറഞ്ഞത്? 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു. ഇസ്രായേൽ പറയാണ്, മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു. ഞങ്ങൾക്കൊരു എക്സഡസ് നൽകി, ഞങ്ങളെ പുറപ്പെടുവിച്ചു. 9-ാം വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങളെ ഈ നാമധേയ സംഘടനകളിൽ നിന്ന്, സമുദായ കെട്ടുപാടിൽ നിന്ന്, ജാതീയ ആചാരങ്ങളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്നൊക്കെ ദൈവം നിന്നെ പുറപ്പെടുവിച്ചതാണെങ്കിൽ അവിടെ എത്തും വരെയും നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അതിനകത്ത് കൂരിരുൾ തിങ്ങുന്ന വേദനകൾ വന്നാലും, കൂട്ടുകാർ
വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ വന്നാലും നിന്റെ കൂട്ടിനായി അവൻ വരും. കൂട്ടിക്കൊണ്ടുപോകുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിനെ നോക്കിയിട്ട് അഭിഷിക്തന്മാരോട് ചേർന്ന് ഇന്നൊന്ന് പറയാം. കൂരിരുൾ തിങ്ങിടും പാതകളിൽ യേശുവപ്പാ, I believe in you. യേശുവപ്പാ, I trust you. കൂരിരുൾ തിങ്ങിടും പാതകളിൽ യേശുവപ്പാ, I trust you, Lord. കൂട്ടിനവൻ എന്നെ I believe you, Lord. വരും കൂടാരമറവിലങ്ങാഭയം തരും. കൂട്ടിനവൻ എന്റെ കൂടെ വരും. കൂടാരമറവിലങ്ങാഭയം തരും. നടത്തിയിടുന്നു ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾ